ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വീട്ടിൽ പപ്പടം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് പപ്പടക്കറി. ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പപ്പടക്കറി. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാൻ 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി തൊലിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. പപ്പടമൊക്കെ നമ്മുടെ അവരോരോ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് വെറുതെ കൈ വെച്ച് ഒന്ന് പിച്ചിയെടുത്തിട്ടേ ഉള്ളൂ. ഷേപ്പൊക്കെ അവരോരോ തരാതരം പോലെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിതൊക്കെ 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് കട്ടിക്കിരുന്നാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചിലതൊന്നും മര്യാദ വരും. അങ്ങനെ നമ്മുടെ പപ്പടമൊക്കെ അതാ 2 ട്രിപ്പായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി എണ്ണയൊന്നും കളയുന്നില്ല. അതേ പാനിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ തൊലിച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും തക്കാളി എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പോലും വേണ്ട, കുറച്ച് മതി. നല്ല ജീരകവും കുറച്ച് പെരുംജീരകവും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ച ചുവയൊന്ന് മാറുന്നിടം വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മളിവിടെ പുളിയെടുത്ത് കുതിർത്ത് വെച്ച് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കറിയുടെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്, അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു തിള വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എരിയും പുളിയും എല്ലാം ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കിക്കളയാം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.